തുടരം കണ്ടു. സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൃശ്യം മോഡലൊക്കെ നമുക്ക് ആ ഫീൽ ഗുഡ്, അതായത് നമ്മുടെ സ്വന്തം വീട്ടിലെ മോഹൻലാൽ, നമ്മുടെ സ്വന്തം വീട്ടിലെ കഥ, 2 കുട്ടികൾ, ഭാര്യ ഭർത്താവ് അടങ്ങിയ ഒരു നല്ല കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് എന്താ പറയുക, കൊടുങ്കാറ്റ് വന്ന് ഒരു ആഞ്ഞടിച്ചു കഴിഞ്ഞാൽ അവസ്ഥ. കുടുംബത്തിൽ വരുന്ന ദുരന്തമാണ്, പക്ഷേ ആ പടം എടുത്തിരിക്കുന്ന നാച്ചുറാലിറ്റിയും എല്ലാം അമേസിങ്, എല്ലാം ഭയങ്കര ഒതുങ്ങി ഒരു എന്താ കൊച്ചു മാണിക്കക്കല്ല് പോലെ എല്ലാ ചേരുവകളും ഒത്തിണങ്ങി എല്ലാം സൂപ്പറായിട്ടുണ്ട്. പാട്ടൊക്കെ നല്ല, അധികം പാട്ടുകളൊന്നുമില്ല, പക്ഷേ ഉള്ള ഒരു നല്ലൊരു മെലഡി സോങ് ഉണ്ട് ഒരു ആദ്യത്തെ ഭാഗത്ത്. പിന്നെ അവസാനത്തേക്കൊക്കെ ആകുമ്പോഴത്തേക്കും സ്റ്റണ്ടിൻ്റെ കൂടെയാണ് പാട്ടുകളൊക്കെ. പിന്നെ സ്റ്റണ്ട് സൂപ്പറാണ്. കഥ നമുക്ക് ഇച്ചിരി ലാഗിങ് തോന്നുന്നത് ആ തുടക്കം, അതായത് ഇൻ്റർവെല്ലിന് മുന്നേ ഈ മോഹൻലാലിൻ്റെ അംബാസിഡർ കാറ് നഷ്ടപ്പെട്ടു പോകുന്നൊരു ഭാഗമുണ്ട്. അപ്പം അത് അന്വേഷിച്ച് നടക്കുന്നത് ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് പിന്നെയും കാണിച്ചിട്ടപ്പോൾ എനിക്ക് തോന്നിയത് തന്നെ ഞാൻ ലാഗാണല്ലോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ കഥയിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മളെ എറിഞ്ഞ് ഒരു കുഴി കൊണ്ടിടും. പിന്നെ ആ കുഴിയിൽ നിന്ന് നമുക്ക് കയറി പോരാനേ പറ്റത്തില്ല. ഇപ്പോഴും ഞാൻ അതിൻ്റെ ഹാങ് ഓവറിലാണ്. പക്ഷെ ഇമോഷണലി ഭയങ്കരമായിട്ട് നമ്മളതിന് കടിച്ച് പറിച്ചു കളഞ്ഞ പടം. നമുക്ക് ഞാൻ ആ പടം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് എക്സൈറ്റ്മെൻറ്റ് ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ ഉള്ള എക്സൈറ്റ്മെൻറ്റാണ്, പക്ഷെ ഭയങ്കര ഒരു വിഷമമാണ്, ഉള്ളിൽ തങ്ങി നിൽക്കുന്നൊരു വിഷമം. നമ്മുടെ കുടുംബത്തിലെ ആരോ നമുക്ക് നഷ്ടപ്പെട്ടു പോയ വിഷമം. കൂടുതൽ പറയുന്നില്ല, സ്പോയിലറാണല്ലോ, സ്ക്രിപ്റ്റൊന്നും പറയാനില്ല. നന്നായിട്ട് അടുക്കും ചിട്ടയോടും കൂടി നല്ല പണിത് ഒടുക്കിയിരിക്കുന്ന ഒരു നല്ല മനോഹരമായിട്ടുള്ള സ്ക്രിപ്റ്റ്, എല്ലാം നല്ലതായിരുന്നു. ടീംസ് താങ്ക്സ്. മോഹൻലാലിനെ നല്ലൊരു രീതിയിൽ കൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു തന്നു. എബ്രാൻ കണ്ടതിൻ്റെ ഷോക്കിൽ നിന്ന് ഇപ്പോഴും വിട്ടു മാറിയിട്ടില്ല. അതുകൊണ്ട് ഇത് ഹാറ്റ്സ് ഓഫ്, നന്നായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.